കാറ് കൂതാശയ്ക്ക് വന്ന സ്ത്രീയോട് അശ്ലീലം, ഓർത്തഡോക്സ് പാതിരിയെ തെറിപ്പിച്ചു. ഇക്കഴിഞ്ഞ ഹാശ ആഴ്ചയിൽ കത്തോലിക്ക സഭയിലെ പാതിരിമാരാണ് സ്ത്രീപീഡന കേസുകളിൽ പിടിക്കപ്പെട്ട് അകത്തായതെങ്കിൽ ഇപ്പോൾ ഇതാ ഓർത്തഡോക്സ് സഭയിലെ ഒരു പാതിരിയെ സഭ തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനം നാരങ്ങാനം മാർ ഓസിയോസ് ഇടവക വികാരി പത്തനംതിട്ട സ്വദേശിയായ ലിജു പി ജോസിനെ സെറാഫിം മെത്രാൻ പുറത്താക്കിയിരിക്കുകയാണ്. കാരണം കാറ് കൂതാശയ്ക്ക് കൊണ്ടുവന്ന ഒരു കുഞ്ഞാടിനോട് അശ്ലീലമായ രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാണ് ഈ പാതിരിയെ മെത്രാൻ സെറാഫിം പുറത്താക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്രകാരം വിടർത്തുമ്പോൾ വിടർത്ത് കൽപ്പന കൊടുക്കാറുള്ള പതിവ് സഭയിലുണ്ട്. എന്നാൽ അപ്രകാരം ഒരു വിടർത്ത് കൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ ആ കൽപ്പന ലീക്കാകുകയും അത് മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ITV ന്യൂസൊക്കെ എടുത്ത് വെച്ചലക്കും എന്ന് പേടിച്ചാണ് അത് വളരെ രഹസ്യമായി പാതിരിക്ക് രഹസ്യമായി കൊടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഈ ലിജു പാതിരിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും ഇയാൾക്കെതിരെ സമാനമായ പല പരാതികളും വന്നിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ ഒരു ശിക്ഷാ നടപടികൾ ഇയാൾക്കെതിരെ കൈക്കൊണ്ടിട്ടില്ല. സ്ത്രീ വിഷയത്തിൽ വളരെയേറെ തൽപരനായ ഈ പാതിരിക്കെതിരെ ഇടവക ജനങ്ങൾ പലവട്ടം പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തക്കതായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ വിഷയം കിട്ടിയപ്പോൾ തന്നെ ഭദ്രാസന മെത്രാപ്പോലീത്ത സെറാഫിം ശക്തമായ നടപടിയെടുത്തു. അയാളെ മാറ്റി നിർത്തി ഇടവകയിലേക്ക് ഒന്നല്ല 2 പുതിയ കൊച്ചച്ചന്മാരെ നിയമിച്ചു. പുതുതായി വന്ന ഈ പാതിരിപ്പാമ്പുകളും അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്കൊക്കെ അവിടെ ജീവിച്ചു പോകാം. പ്രിയമുള്ള വിശ്വാസികളെ, ഇത്തരമുള്ള പാതിരിപ്പാമ്പുകളെ, ഞരമ്പ് രോഗികളായ പാതിരിപ്പാമ്പുകളെ നല്ല അടി കൊടുത്ത് നിലയ്ക്ക് നിർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇവന്മാർ ഇതുപോലെ കിടന്ന് വിളയാടും എന്ന് മനസ്സിലാക്കുക. ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയ്ക്ക് തന്നെ ഇന്ന് അപമാനമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കുമ്പസാര പീഡന കേസ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെ നാണം കെടുത്തിച്ച ഒരു സംഭവമായിരുന്നു. ഒരു യുവതിയെ ഓർത്തഡോക്സ് സഭയിലെ പാതിരിമാർ ചേർന്ന് പീഡിപ്പിച്ച ആ സംഭവം. ആ വിഷയത്തിൽ ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. ഈ പാതിരിമാർ ഇന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല പല ഇടവകകളിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ പാതിരിമാർക്കെതിരെയുള്ള കേസ് സഭ കോടികൾ മുടക്കി അട്ടിമറിച്ചിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ 82-കാരനായ ശംഭവൻ റബ്ബാൻ 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ, പോക്സോ കേസിൽ ജയിലിലായിരുന്നു. കാക്കനാട് ജയിലിൽ ഇയാളെ ജയിലിലാക്കിയത് ITV ന്യൂസാണ്. ചൈൽഡ് ലൈൻ അടക്കം ഞങ്ങൾ പരാതി നൽകിയാണ്. അതിൻ്റെ പുറകെ കൃത്യമായി നിന്ന് ഫോളോ അപ്പ് ചെയ്താണ് ഈ പാതിരിയെ ഞങ്ങൾ അകത്താക്കിയത്. അതുപോലെ വർഗീസ് മാർക്കോസ് ആര്യാട്ട് എന്ന ഭർത്തൃമതിയായ ആ വീട്ടമ്മയെ കൊലയ്ക്ക് കൊടുത്ത ആത്മഹത്യയിലേക്ക് നയിച്ച ആ വർഗീസ് മാർക്കോസ് ആര്യാട്ട് എന്ന് പറയുന്ന ആ പെണ്ണുപിടിയൻ ഇന്ന് പാമ്പാടി ദേറായുടെ ചുമതലക്കാരനായിട്ട് അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതുപോലെ പള്ളിമുറിയിൽ വ്യഭിചാരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പിടിക്കപ്പെട്ട ജിനോ പാതിരി കുരുമുളക് പറിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതിന് ദൃക്സാക്ഷിയായത്. നാട്ടുകാരെ വിവരമറിച്ച് ഇവരെ കയ്യോടെ പിടികൂടിയത്. ആ ജിനോയും ഇന്ന് കുർബാന കളിച്ച് നടക്കുന്നുണ്ട്. ഇതുപോലെ എത്രയോ സ്ത്രീ പീഡകന്മാർ. അതുപോലെ പത്തനംതിട്ട സ്വദേശിയായ പോൺസൺ എന്ന കൗൺസിലിങ്ങിന് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചവൻ ഇന്നും പുറത്തിറങ്ങി കൂതാശയുമായി നടക്കുന്നുണ്ട് എന്നാണ് വിവരം. ഈ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പീഡനവീരന്മാർക്കെതിരെ യാതൊരു നടപടിയും എടുക്കില്ല. ഈ സഭയിലെ മെത്രാന്മാർ ഇവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് സഭയിൽ ഇതുപോലുള്ള പീഡനങ്ങൾ വർദ്ധിക്കുന്നത്, ഇതുപോലെയുള്ള പീഡനവീരന്മാർ വർദ്ധിക്കുന്നത്. ഇത്തരം പീഡന കേസുകൾ ഉണ്ടാകുമ്പോൾ സഭയിലെ നടപ്പ് എന്ന് പറയുന്നത് അവരെ ബോംബെ ഭദ്രാസനത്തിലോട്ട് അയക്കുക എന്നതാണ്. കാറിൽ വെച്ച് ഒരു കോയറംഗത്തെ പീഡിപ്പിച്ച ഒരു പാതിരി ഇന്നും ബോംബെ ഭദ്രാസനത്തിൽ വിലസുന്നുണ്ട് എന്നാണ് വിവരം. ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ ശ്രദ്ധിക്കുവാനുള്ളത്, ഇതുപോലുള്ള ഈ ഞരമ്പ് രോഗികളായ പാതിരികളെ പള്ളിപ്പറമ്പിലിട്ട് തന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവന്മാരെ നിലയ്ക്ക് നിർത്തുവാൻ സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ സഭകളൊന്നും ഇവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ പുറത്താക്കിയ പാതിരിക്ക് ഒരു നല്ല ഭാര്യയുണ്ട്. അവർ അധ്യാപികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വീട്ടിൽ തന്നെ എല്ലാത്തിനുമുള്ള അവസരങ്ങളുണ്ടെങ്കിലും മാർഗമുണ്ടെങ്കിലും ഇപ്രകാരം ഞരമ്പ് രോഗവുമായി നടക്കുന്ന ഈ പാതിരിക്കുള്ള ശിക്ഷ വിധിക്കേണ്ടുന്നത് ഇടവകാംഗങ്ങൾ തന്നെയാണ്. നല്ല കൈക്കരുത്തുള്ള ആമ്പിളാർ ഇവന്മാരെ പള്ളിമുറിയിലിട്ട്
കൈകാര്യം ചെയ്യേണ്ടുന്ന കാലം അതിക്രമിച്ചു എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.